ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും രാമായണ സന്ധ്യയിലേക്ക് സ്വാഗതം. നമ്മുടെ കേരളത്തിൽ ഇന്നു മുതൽ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന രാമായണ പാരായണം എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ട് കിളിപ്പാട്ട് രൂപത്തിൽ എഴുത്തച്ഛൻ ചിട്ടപ്പെടുത്തിയിട്ടുള്ള അധ്യാത്മരാമായണത്തിൻ്റെ പാരായണം നമ്മൾ കേരളത്തിലെ മിക്ക വീടുകളിലും ക്ഷേത്ര സമീപ പ്രദേശങ്ങളിലുമൊക്കെ നടക്കുകയാണ്. ഒരു കാലത്ത് ഇങ്ങനെയൊരു രാമായണ പ്രഭാഷണമാണ് നമ്മളെ ഈ ഒരു ആധ്യാത്മിക വഴിയിലേക്ക് ചിന്തിക്കാൻ, അതിന് പ്രേരണ നൽകിയിട്ടുള്ള ഒന്ന്, നമ്മളെ തന്നെ പഠിപ്പിച്ചിട്ടുള്ള ഗോപാലൻ മാസ്റ്ററുടെ കോഴിക്കോട് വളയനാട് ദേവീക്ഷേത്രം മാതൃമന്ദിരത്തിൽ നടന്ന രാമായണ പ്രഭാഷണത്തിൻ്റെ അതിൻ്റെ ഒരു ദിവസത്തെ പ്രഭാഷണം കേൾക്കാനിടയായപ്പോഴാണ്. പിന്നീട് തുടർന്നങ്ങോട്ട് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുകയും അങ്ങനെ മാഷ്ടെ തന്നെ അഭിപ്രായത്തിൽ ചിന്മയ മിഷനിൽ ചേരുന്നതാണ് കൂടുതൽ പഠിക്കുന്നതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്ന മാർഗനിർദ്ദേശം അനുസരിച്ച് ചിന്മയ മിഷനിലൊക്കെ ചേർന്ന് പിന്നെ ഇവിടം വരെ എത്തി. അപ്പോൾ ഒരു രാമായണ മാസക്കാലം നമ്മളെ സംബന്ധിച്ച് ഈ ഒരു ആധ്യാത്മിക ജീവിതത്തിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. രാമായണത്തെ സംബന്ധിച്ച് നമുക്ക് അനേക സംശയങ്ങളും വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇതെല്ലാം രാമായണവുമായി ബന്ധപ്പെട്ട് ആവോളമുണ്ട്. അതിലൊന്നാണ് ഈ വാത്മീകി മലയാളിയാണോ എന്നുള്ള ഒരു സംശയം എന്ന് പറഞ്ഞാൽ ആരും അങ്ങനെ സംശയം ഉന്നയിക്കുകയല്ല, പക്ഷെ നമ്മൾ ചിന്തിക്കാത്ത ഒരു ചോദ്യമുണ്ട്. രാമായണത്തെപ്പറ്റി പറഞ്ഞു കേൾക്കുന്ന, ഇപ്പോൾ രാമായണം തുടങ്ങി ഇനി തേരാപ്പാര സർവത്ര ഇന്നു മുതൽ സർവത്ര രാമായണങ്ങളായിരിക്കും. അപ്പോൾ നിങ്ങളും ചിലപ്പോൾ കേൾക്കും, വാത്മീകിക്ക് രാമൻ എന്ന് പറയാൻ ബുദ്ധിമുട്ടായിരുന്നു. രാമൻ എന്ന് ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടുള്ള വാത്മീകിയെ മഹർഷിമാർ, നാരദൻ തുടങ്ങിയിട്ടുള്ളവരൊക്കെ, അപ്പോൾ ഇവരൊക്കെ മലയാളികളാണോ എന്നുള്ള ചോദ്യമുണ്ട്. അവരെല്ലാം കൂടെ അദ്ദേഹത്തിനോട് അതിനു വേണ്ടി ഒരു ഉപായം പറഞ്ഞു കൊടുത്തു. അവരെന്താണ് പറഞ്ഞ ഉപായം? ആ മരം ഈ മരം, ആ മരം ഈ മരം എന്നങ്ങനെ പറഞ്ഞോളാൻ പറഞ്ഞു. രണ്ട് മരങ്ങൾ ചൂണ്ടിയിട്ടു. അപ്പോൾ ഇദ്ദേഹം അങ്ങനെ ആ മരം ഈ മരം, 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 അങ്ങനെ ഇത് ആ മരം ഈ മരം, രാമ 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 രാമയായി എന്നാ. അപ്പോൾ ഒരു ചോദ്യമുണ്ട് സ്വാഭാവികമായിട്ടും, മലയാളിയാണോ എന്ന്. അങ്ങനെയാണെങ്കിലാണല്ലോ ആ മരം ഈ മരം എന്ന് പറയാം. സംസ്കൃതത്തിലായിരുന്നു ചോദ്യമെങ്കിൽ അങ്ങനെയല്ല, ആ മരം ഈ മരം എന്നല്ല പറയാം. അപ്പോൾ ഇത്തരം അനേക എന്താ പറയുക, രാമായണവുമായി ബന്ധമില്ലാത്ത അനേകം കാര്യങ്ങൾ നാട്ടിലുണ്ട്. നമ്മളിപ്പോഴും ഓർക്കുകയാണ്, ഒരു ചാനൽ ചർച്ചയിൽ ശബരിമല വിവാദം നടക്കുന്ന സമയത്ത് ശബരിയുമായി ബന്ധപ്പെട്ട് ശബരി രാമനോട് ചോദിക്കുന്നുണ്ട്, ആരാണ് ഭക്തൻ?
ആരാണ് ഭഗവാനെ അങ്ങയെ പൂജിക്കാൻ അധികാരി എന്ന് ചോദിക്കുന്നത്. അത് ചോദിക്കുന്നത് എവിടുന്നാണെന്നാണെങ്കിൽ പമ്പാ തീരത്ത് ശബരിമലയിലാണ്. പിന്നീടാണ് അത് ശബരിയുടെ നാമം കൊണ്ട് പ്രസിദ്ധമാകുന്നതാണ്, ശബരിഗിരി. അവിടെ വെച്ചാണ് ശ്രീരാമനും ശബരിയും തമ്മിൽ കാണുന്നത്. ശബരി സ്ത്രീയാണ്. മാതംഗ മഹർഷിയുടെ ആശ്രമത്തിൽ അവരുടെ ജീവിതകാലം അത്രയും ചെലവഴിച്ചവരാണ്. ആ സ്ഥലത്ത്, ആ ഭൂപ്രദേശത്തെ സങ്കല്പിക്കുമ്പോൾ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അവിടെ വെച്ച് രാമൻ ഇങ്ങനെ രാമനോട് ചോദിക്കും. അപ്പോൾ രാമൻ ശബരിയോട് ഈ ഭൂപ്രദേശത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, ഇതിനെക്കുറിച്ച് വർണ്ണിച്ചാലും. അങ്ങനെ ശബരി പമ്പയെക്കുറിച്ചും ആ പ്രദേശങ്ങളെക്കുറിച്ചൊക്കെ വർണ്ണന നടത്തും. എന്നിട്ട് രാമനെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കും അതൊക്കെ. അങ്ങനെ അവസാനമാണ് നമുക്കറിയാം ശബരി വളരെ കാലമായിട്ട് രാമനെ കാത്തിരുന്ന ഇതൊക്കെ. ശബരി ഓരോ പഴങ്ങളും നല്ലതാണോ എന്ന് കടിച്ചു നോക്കി മാറ്റി വെച്ച കഥയൊക്കെ അതൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഗ്രന്ഥത്തിലുള്ളത്. അങ്ങനെ രാമനോട് ചോദിക്കുകയാണ്, ആരാണ് ഭക്തൻ്റെ ലക്ഷണം ചോദിക്കുന്നത്, ആരാണ് അധികാരി എന്ന് ചോദിക്കുന്ന സമയത്ത് രാമൻ ഉത്തരം കൊടുക്കുന്നുണ്ട്. രാമൻ്റെ ഉത്തരം ഏത് വർണ്ണാശ്രമങ്ങളാവട്ടെ, സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ, ഭക്തിരേവ ഹി കാരണം എന്നാണ്. എന്നെ ഭജിക്കുന്നതിന്, എന്നെ പ്രാപിക്കുന്നതിന്, എന്നെ അന്വേഷിക്കുന്നതിന് ഭക്തി മാത്രമേ അതിന് കാരണമായി ഭവിക്കുന്നുള്ളൂ. മറ്റ് വർണ്ണാശ്രമങ്ങളായിട്ടുള്ള ബ്രഹ്മചാരി, ഗാർഹസ്ഥ്യൻ, വാനപ്രസ്ഥൻ, സന്യാസി എന്നുള്ളതോ, അല്ലെങ്കിൽ വേറെ ഏത് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രനോ, പുരുഷൻ, സ്ത്രീ, വൃദ്ധ, അല്ലെങ്കിൽ യുവതി, യുവാവ് ഇത്യാദി ഭേദങ്ങളൊന്നും തന്നെ രാമൻ എല്ലാറ്റിനെയും നിഷേധിക്കുന്നുണ്ട്. ഇത് നമ്മൾ പറയുന്ന സമയത്ത് ഈ അധ്യാത്മരാമായണം വ്യാസകൃതം, കാരണം നമ്മളൊരു റെഫറൻസ് പറയുമ്പോൾ അത് കൃത്യമായിട്ട് പറയണമല്ലോ. അപ്പോൾ അധ്യാത്മരാമായണമായിട്ടുള്ള വ്യാസകൃതമായിട്ടുള്ള വ്യാസൻ്റെ രചനയായിട്ടുള്ള അധ്യാത്മരാമായണത്തിൽ ഇന്നടത്ത് ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ എതിർ പാനലിസ്റ്റായിരുന്ന രാഹുൽ ഈശ്വരൻ നമ്മളെ പരസ്യമായിട്ട് വിളിക്കുകയാണ്, ഇയാൾ കള്ളനാണ്, രാമായണം വാത്മീകിയാണ് എഴുതിയത് എന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്, വ്യാസൻ എഴുതിയത് മഹാഭാരതമല്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം. നമുക്ക് വാസ്തവത്തിൽ സഹതാപം വന്നു. അദ്ദേഹത്തിനോട് പ്രത്യേകിച്ച് അനിഷ്ടമോ ഒന്നും തോന്നാതെ നമ്മൾ ഈ ഒരു കാര്യത്തിൽ ഈ ധർമ്മശാസ്ത്രങ്ങളെ മനസ്സിലാക്കി വയ്ക്കുന്നതിൽ എത്രമാത്രം നമ്മൾ പുറകിലാണ്, അല്ലെങ്കിൽ നമ്മൾ അജ്ഞരാണ് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ട ഒരു നിമിഷം കൂടിയായിരുന്നു. അതാണ് നമ്മളെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട ഒന്ന്. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഒരു സഹ പാനലിസ്റ്റ് പിന്നീട് അവർ പോയിട്ട് അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവർക്ക് സംശയം ഉണ്ടായി. അവർ അന്വേഷിച്ചപ്പോൾ അവർക്ക് ശരിയായി. അത് പിന്നീടൊരു ചർച്ചയിൽ അവർ പറയുകയുണ്ടായി. അപ്പോൾ സ്വാമി ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്, ഇത് കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ അത്ഭുതപ്പെടുത്തി എന്ന് പറഞ്ഞു. കാരണം ഇത് നമ്മളെ അത്ഭുതപ്പെടുത്തും. കാരണം എന്താണ് അതിന് പറയുക, അതിന് ഉത്തരം? അപ്പോൾ വാത്മീകി, നാരദൻ തുടങ്ങിയിട്ടുള്ളവരൊക്കെ നമ്മളെ സംബന്ധിച്ച് ഈ കഥ സൂര്യതുല്യം വിശ്വസിക്കുന്ന, ആ മരം ഈ മരം, ആ മരം ഈ മരം എന്ന് പറഞ്ഞിട്ടാണ് രാമ എന്ന് പറയാൻ വാത്മീകി പഠിച്ചതെന്ന് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇതൊക്കെ രാവണന് സ്പീഡ് ബോട്ട് ഉണ്ടായിരുന്നു, അങ്ങനെ സ്പീഡ് ബോട്ട് ഉണ്ടായിരിക്കാം, അങ്ങനെ ആ സ്പീഡ് ബോട്ടിലായിരിക്കാം സീതയെ ലങ്കയിലേക്ക് കൊണ്ടുപോയത് എന്നൊക്കെ പറയേണ്ടി വരുന്നത്. ഇതിൻ്റെ താത്പര്യം അത് മറ്റൊരു ചർച്ചയായിരുന്നു. ഒക്കെ നിങ്ങൾ പലരും കേൾക്കുകയും കാണുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഇതെല്ലാം കോമഡിയാണ്. ഇതിനെക്കുറിച്ചൊക്കെ പറയാൻ തുടങ്ങിയാൽ ഫുൾ കോമഡിയാണ്. ദൂരദർശനിൽ പ്രഭാഷണം നടത്തുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ ഭഗവത്ഗീത പ്രഭാഷണത്തിൻ്റെ ഇടയിൽ വ്യാസകൃതമായിട്ടുള്ള അധ്യാത്മരാമായണം എന്ന് പറഞ്ഞപ്പോൾ ഒരു റിട്ടയർഡ് സ്കൂൾ അധ്യാപകൻ അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് നമ്മളോട് പറയുകയാണ്, അത് തിരുത്തണം ദയവ് ചെയ്ത്, രാമായണം വാത്മീകിയല്ലേ രചിച്ചത്, വ്യാസൻ രചിച്ചത് മഹാഭാരതമല്ലേ, എന്തുകൊണ്ടാണ് അങ്ങ് തെറ്റ് പറയുന്നത് എന്ന്. അവർ സ്കൂളിലെ അധ്യാപകനാണ് അദ്ദേഹം റിട്ടയറായി എന്നുള്ളത് ഒരു വാസ്തവം.
അപ്പോൾ ദൂരദർശനിൽ എഴുതിയ കത്താണ്. ദൂരദർശൻകാർ നമുക്ക് റീഡയറക്റ്റ് ചെയ്ത് തന്നു. അക്കാലത്ത് ദൂരദർശൻ കുറേ അവിടേക്ക് വരുന്ന കത്തുകളിൽ ചിലത് നമുക്ക് റീഡയറക്റ്റ് ചെയ്ത് തരും, നമ്മൾ മറുപടി കൊടുക്കേണ്ടത്. അപ്പോൾ ഫോൺ നമ്പർ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിനെ നമ്മൾ നേരിട്ട് വിളിച്ചു. അപ്പോൾ അദ്ദേഹം അതിന് നമ്മളോട് പറഞ്ഞു, എന്നോട് സദയം ക്ഷമിക്കണം, എനിക്ക് വലിയൊരു ഉൾക്കാഴ്ചയാണ് സ്വാമിജി ഉണ്ടാക്കി തന്നത്, ഞാൻ അറിയില്ല, എനിക്കറിയില്ലായിരുന്നു എന്ന്. അപ്പോൾ ഈ രാമായണ മാസം ഇന്ന് തുടങ്ങുകയാണ്. നമ്മളിൽ എത്ര പേർക്കറിയാം? നമ്മളിത് അതിനുശേഷം പലപ്പോഴും പ്രഭാഷണങ്ങളിൽ ആവർത്തിക്കാറുണ്ട്. നമ്മളിൽ എത്ര പേർക്കറിയാം എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ട് രൂപത്തിലുള്ള ഈ അധ്യാത്മരാമായണം വ്യാസരുടെ അധ്യാത്മരാമായണത്തെ അവലംബമാക്കി എഴുത്തച്ഛൻ എഴുതിയിട്ടുള്ളതാണ് എന്ന് എത്ര പേർക്ക് അറിയാമെന്നുള്ളത് നമുക്ക് ഇന്നും സംശയമാണ്. കുറേ പേർക്ക് അത് അറിയില്ല. അതുകൊണ്ട് ഈ എഴുത്തച്ഛൻ ഈ രാമായണത്തിന് എഴുത്തച്ഛൻ്റേതായിട്ടുള്ള സ്വന്തമായ ഒരു കൃതിയല്ല ഈ രാമായണം. എങ്ങനെയാണോ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ മഹാഭാരതത്തെ മൊഴിമാറ്റം ചെയ്തത്, അങ്ങനെ പലരും മലയാള ഭാഷയിലേക്ക് പല ഗ്രന്ഥങ്ങളും മൊഴിമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലൊന്നാണിത്. അപ്പോൾ നമ്മൾ ഇന്നു മുതൽ വായിച്ചു തുടങ്ങുന്ന, കേരളത്തിലെ വീടുകളിൽ വായിച്ചു തുടങ്ങുന്ന രാമായണം ആരുടെ രാമായണമാണ്, ആര് പറഞ്ഞ കഥയാണ് എന്ന് ചോദിച്ചാൽ സാക്ഷാൽ വേദവ്യാസൻ്റെ രാമായണമാണ്. അപ്പോൾ വേദവ്യാസൻ്റെ രാമായണത്തിൻ്റെ പേരാണ് അധ്യാത്മരാമായണം എന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അതിനു മുമ്പ് രാമായണം ആരാലാണ് രചിക്കപ്പെട്ടത്, എങ്ങനെയാണ് ഈ രാമായണത്തിൻ്റെ നാൾവഴികൾ, ഇതൊക്കെ നമ്മൾ പരിചയപ്പെടുന്നത് നന്നായിരിക്കും. എടുത്തു വെച്ച് അങ്ങോട്ട് രാമ എന്ന് പറയുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. വാത്മീകി മഹർഷിക്ക് ശരിക്കും പറഞ്ഞാൽ നാരദൻ രാമായണം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വാത്മീകി മഹർഷിയുടെ ചോദ്യത്തിന് അങ്ങനെയാണ് വാത്മീകി രാമായണം ആരംഭിക്കുന്നത്. വാത്മീകി മഹർഷി നാരദരോട് ചോദിക്കുന്നതാണ്, ഈ ലോകത്ത് ഗുണവാനും വീര്യവാനും സത്യനിഷ്ഠനും ധർമ്മനിഷ്ഠനും ഒക്കെ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന്. കോന്വസ്മിൻ സാമ്പ്രതേ ലോകേ ഗുണവാൻ തത്ര വീര്യവാൻ എന്നുള്ള ചോദ്യം. അപ്പം അതിന് ദേവർഷി നാരദൻ ഇക്ഷ്വാകു വംശത്തിൽ ജനിച്ച ശ്രീരാമനെക്കുറിച്ച് പറയും. വാത്മീകി രാമായണത്തിൻ്റെ ആരംഭത്തിലെ 1-ാമത്തെ അധ്യായം ഇതാണ്. അങ്ങനെ പറഞ്ഞ് രാമായണത്തെ സമ്പൂർണമായിട്ട് അങ്ങോട്ട് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസ്തരിച്ചല്ലെങ്കിലും അതിൻ്റെ കഥയുടെ എല്ലാ ഭാഗങ്ങളെയും സംഗ്രഹിച്ചുകൊണ്ട് ദേവർഷി നാരദൻ ആർക്ക് പറഞ്ഞു കൊടുക്കും? വാത്മീകിക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെ വാത്മീകി, ഇത് നമ്മൾ പറയുന്നത് വാത്മീകി രാമായണമാണ്. അങ്ങനെ വാത്മീകി ശിഷ്യൻ ഭരദ്വാജനോടൊപ്പം തമസാ നദീ തീരത്ത് വിശ്രമിക്കാനും കുളിക്കാനും ഒക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്താണ് ഈ ക്രൗഞ്ചമിഥുനങ്ങളിലൊന്നിനെ അമ്പ് ചെയ്ത് വേടൻ വീഴ്ത്തുന്നത്. അപ്പോഴാണ് പ്രസിദ്ധമായ മാനിഷാദ ശ്ലോകം അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അത് പിന്നെ ശിഷ്യന്മാരൊക്കെ അത് ഏറ്റു ചൊല്ലുകയും പിന്നീട് അതൊക്കെ അദ്ദേഹത്തിനെ അത് വല്ലാതെ ഹേർട്ട് ചെയ്തു എന്നാണ് ആ ഒരു കാഴ്ച ഇങ്ങനെ വേടൻ ചെയ്തത്. തിരിച്ച് അദ്ദേഹം ആശ്രമത്തിലെത്തി വാത്മീകി. അങ്ങനെ ആശ്രമത്തിൽ എത്തിയ വാത്മീകി ആലോചിച്ചു, എന്താണ് ഈ ദുഃഖത്തിന്, അദ്ദേഹത്തിനൊരു ദുഃഖം പിടികൂടിയതുപോലെ ഇത് തന്നെ വീണ്ടും വീണ്ടും ആലോചിക്കാൻ തുടങ്ങി. ഈ തൊട്ട് മുമ്പ് തമസാ നദീ തീരത്ത് നടന്ന ഒരു സംഭവം, ഇതെല്ലാം വളരെ മനോഹരമാണ്.
ഈ നദികളുടെ പേര്, സന്ദർഭം ഇത്യാദി കാര്യങ്ങളെല്ലാം, ഇതെല്ലാം തത്വചിന്തയിലൂടെ അല്ലാതെ നമുക്കിതിൻ്റെ രഹസ്യം പിടികിട്ടില്ല. അങ്ങനെയാണ് ഇതിനെ വർണ്ണിച്ചിരിക്കുന്നത്. തമസാ നദി എന്ന് പറയുമ്പോൾ സത്വം, രജസ്, തമസ്. അപ്പോൾ തമോ ഗുണപ്രധാനമായിരിക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെ ചുറ്റും. അതിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത്. തമസിൽ നിന്നുണ്ടായ ശോകമാണ്. എന്തായാലും ഇരിക്കട്ടെ. അപ്പോൾ ഈ വാത്മീകി ആശ്രമത്തിലേക്ക് ഭരദ്വാജനും തുടങ്ങിയിട്ടുള്ള ശിഷ്യന്മാരോടൊപ്പം വാത്മീകി അങ്ങനെ അവിടെ ഇരിക്കുമ്പോഴാണ് അവിടേക്ക് ബ്രഹ്മാവ് സന്നിഹിതനാവുന്നു, ആശ്രമത്തിലേക്ക്. അങ്ങനെ ബ്രഹ്മാവ് അവിടെ എത്തിയ സമയത്ത് ബ്രഹ്മാവിനോട് വാത്മീകി ഈ തൊട്ട് മുമ്പ് നടന്ന കാര്യം പറഞ്ഞു. ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി, എൻ്റെ മനസ്സിനെ അത് വല്ലാതെ ഉലച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ബ്രഹ്മാവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നല്ലത് തന്നെ. അങ്ങേക്ക് അപ്പം വന്ന ആ ശ്ലോകത്തിൽ നിന്നുണ്ടായ ശ്ലോകം എന്തുകൊണ്ടും എൻ്റെ ഇച്ഛ കൂടിയാണ്, അതിൻ്റെ കർത്താവ് ഞാനുമാണ് എന്ന വിധത്തിൽ പറഞ്ഞു. എൻ്റെ സങ്കല്പത്തിൽ നിന്നുകൂടിയാണ് ആ ശ്ലോകം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് എന്താണോ അങ്ങേക്ക് നാരദൻ രാമനെക്കുറിച്ച് പറഞ്ഞു തന്നത്, അപ്പോൾ ഓൾറെഡി നാരദൻ രാമൻ്റെ ഒരു കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആർക്ക്? നാരദർക്ക്, വാത്മീകിക്ക്. അപ്പോൾ ശരിക്കും ഈ വൺ ലൈൻ സ്റ്റോറി, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ രാമായണത്തെ ഒറ്റ ശ്ലോകത്തിൽ പറയുമല്ലോ, ഏകശ്ലോകി രാമായണം എന്ന് പറയും വേണമെങ്കിൽ, അത് സംഗ്രഹിച്ച് പറയുന്നു. അതിൽ നിന്ന് നമുക്ക് ഓരോന്നെടുത്ത് വിസ്തരിക്കാൻ പറ്റും. പൂർവം രാമ തപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹി ഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണ കുംഭകർണ ഹനനം ഹേദദ്ധി രാമായണം. അതിലെല്ലാം വന്നു. രാമൻ്റെ തപസ്സും സീതയെ അപഹരിക്കുന്നതും ബാലിസുഗ്രീവ എന്താ പറയുക ഈ സന്ധിയും ലങ്കയിലേക്ക് പോകുന്നതും മാരീചനെ വധിക്കുന്നതും ഇത്യാദികളെല്ലാം തന്നെ വന്നു. പ്രധാനപ്പെട്ടതൊക്കെ വന്ന ഒറ്റ ശ്ലോക രാമായണമാണ്. അങ്ങനെ ഏകശ്ലോകിയിലെല്ലാം സന്നിവേശിപ്പിച്ചിരിക്കുന്നത് പോലെ ഒരധ്യായം കൊണ്ട് നാരദൻ എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം നാരദനിൽ നിന്നാണ് വ്യാസൻ ഇതാദ്യമായിട്ട് കേൾക്കുന്നത്. പിന്നീട് ബ്രഹ്മാവ് എന്തു പറഞ്ഞു? ബ്രഹ്മാവ് അതിനൊരു ട്വിസ്റ്റ് നടത്തി. എന്താ ബ്രഹ്മാവ് നടത്തിയ ട്വിസ്റ്റ്? അതിൽ ഒരു പക്ഷി കാമമോഹിതയായിട്ടുള്ള ഒന്നിനെ ഈ വേടൻ കൊന്നു എന്നുള്ളതാണ്. ആരാണ് ഈ വേടൻ? സാക്ഷാൽ ഈ വേടൻ ശ്രീരാമൻ തന്നെയാണ്. അപ്പം ആരാണ് കാമമോഹിതയായിട്ടുള്ള ഈ കിളി? അത് രാവണനാണ്. അങ്ങനെ രാമനാൽ വധിക്കപ്പെട്ട രാവണൻ്റെ കഥ പറയുന്നതായി ഇതിനെ ശ്രീരാമനെ പുകഴ്ത്തുന്നതൊക്കെ ആയിട്ടുള്ള രീതിയിലേക്ക് അതിൻ്റെ ഒരു സൂചന ബ്രഹ്മാവ് നൽകി. അതേസമയം ഇതേ രാമായണത്തിൻ്റെ ഒരു കഥാതന്തു അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചിത്രം ഉപനിഷത്ത് നമ്മുടെ മുന്നിൽ വരയ്ക്കുന്നുണ്ട്. ദ്വാസുപർണ സയുജാ സഖായ സമാനം വൃക്ഷം പരിഷസ്വജാതേ തയോരന്യ പിപ്പലം സ്വാദുത്വി അന്യ അഭിജാകശീതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു വൃക്ഷത്തിലെ രണ്ട് കിളികൾ സമാനം സഖായ, രണ്ട് സുഹൃത്തുക്കളാണ്, സഖാക്കളാണ്. അതിലൊന്ന് പിപ്പലം സാധ്വത്തി, ഒരു കിളി ഇങ്ങനെ പഴങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുക, പലതും കഴിക്കുന്നു. അടുത്തതോ അന്യൻ അഭിജാകശീതി, അതൊന്നും കഴിക്കാതെ ഇവൻ എന്തൊക്കെയാ ചെയ്യുന്നത് എന്നൊക്കെ സാക്ഷിയായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ രണ്ട് കിളികൾ നമ്മുടെ ഉള്ളിലുണ്ട്.
ഒന്ന് സാക്ഷിയായിരിക്കുന്ന ബോധമാണ്, അഹം എന്ന ബോധമാണ്. മറ്റൊന്ന് മനസ്സാണ്. ഈ മനസ്സിങ്ങനെ അത് കാമമോഹിതമാണ്. അത് ഓരോന്നിൻ്റെ ആഗ്രഹങ്ങളുടെ പിറകെ പോയി ഇത് അതിലൊക്കെ അന്യൻ്റെ മുതൽ പിടിച്ചെടുക്കുന്നതും തുടങ്ങിയിട്ടുള്ള സകല കുണ്ടാമണ്ടികളിലും വ്യാപരിക്കുന്നവനാണവൻ. അത് വധാർഹനാണ്, വധിക്കപ്പെടേണ്ടതുമാണ്, ഉപനിഷത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞ. അപ്പം അതിൻ്റെ ഒരു തന്തുവായി റൂട്ടായിട്ട് ഉപനിഷത്തിൽ ഇങ്ങനെ ഒരു പരാമർശമുണ്ട്. എന്തായാലും അവിടെ നിന്ന് വാത്മീകി ഈ ബ്രഹ്മാവ് തന്നെ നിർദ്ദേശിച്ചു രാമൻ ആരാണ് രാമൻ എന്ന വിധത്തിൽ വ്യാഖ്യാനം ചെയ്യപ്പെടേണ്ടതാണ്. പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ പരമകാരണമായിട്ടിരിക്കുന്ന ബോധസ്വരൂപനായിട്ടുള്ള ആ ബോധസത്യത്തെ രാമനായി, പുരുഷൻ എന്ന് പറയും, ആ സൃഷ്ടി പ്രക്രിയ, സൃഷ്ടിയൊക്കെ നടക്കുന്നതിന് കാരണമായിട്ടിരിക്കുന്ന ശക്തി സ്വരൂപത്തെ സീതയായിട്ടും അപ്പോൾ വാത്മീകി അതിനെ അവതരിപ്പിക്കുന്നു. അപ്പോൾ വാത്മീകി അവതരിപ്പിക്കുന്ന സമയത്ത് എങ്ങനെയാണ് അത് പറയുന്നത്? ഈ പറഞ്ഞ പോലെ ലവകുശന്മാർ രാമൻ്റെ സദസ്സിലേക്ക് വരുന്നതാണ്. ആ കുട്ടികൾ രാമായണം പാടിക്കൊണ്ട് ഗ്രാമാന്തരങ്ങളിൽ നടക്കുന്നവരാണ്. രാമൻ്റെ കുട്ടികളാണ്, രാമനെ അറിയില്ല. അങ്ങനെ ആ കുട്ടികളെ വിളിച്ചിരുത്തി ഈ ദർബാറിൽ രാമകഥ പാടുകയാണ്. അവർ 32 ദിവസം കൊണ്ട് 24,000 ശ്ലോകങ്ങളെ അവതരിപ്പിക്കുന്നതാണ്. 32 ദിവസങ്ങളെ കൊണ്ട്. അതിൽ നിന്നാണ് പിന്നീട് നമ്മൾ ഈ 30 ദിവസം, ഒരു മാസക്കാലം രാമായണത്തെ പാരായണത്തിന് വേണ്ടിയിട്ട് അങ്ങനെ കൈവന്നതാണ് ഇത്. എന്തുകൊണ്ട് രാമായണം ഒരു മാസം പാരായണം ചെയ്യുന്നു ചോദിച്ചാൽ ഇങ്ങനെയൊരു, അതെന്താണ്, അത് ഏത് രാമായണമെന്ന് ചോദിച്ചാൽ വാത്മീകി രാമായണമാണ്. വ്യാസരാമായണത്തിന് അങ്ങനെയൊരു കഥ പറയാനില്ല. എന്തായാലും എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം, നമുക്കതൊക്കെ മനസ്സിലാക്കാം. എന്നാൽ ഈ 24,000 ശ്ലോകങ്ങളെ കൊണ്ട് ചമച്ചതാണ് വാത്മീകി രാമായണം. വാസ്തവത്തിൽ വാത്മീകി രാമായണം എന്നാണോ അതിൻ്റെ പേര് എന്ന് ചോദിച്ചാൽ അല്ല. അതിൻ്റെ പേര് ചതുർവിംശതി സാഹസ്രി എന്നാണ്. ചതുർവിംശതി എന്ന് പറഞ്ഞാൽ, ചതുർ എന്ന് പറഞ്ഞാൽ 4, വിംശതി എന്ന് പറഞ്ഞാൽ 20, ചതുർവിംശതി എന്ന് പറഞ്ഞാൽ 24, ചതുർവിംശതി സാഹസ്രി എന്ന് പറഞ്ഞാൽ, സഹസ്രം എന്ന് പറഞ്ഞാൽ 1000. അപ്പം 24,000 എന്നാണ്. എന്ത് 24,000 ശ്ലോകങ്ങളെ കൊണ്ട് ചമച്ച ഗ്രന്ഥമാണ് ഇത് വാത്മീകി രാമായണം. അതിന് ആദികാവ്യം എന്ന പേര് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആദികാവ്യം എന്ന പേര് വന്നത് എന്ന് ചോദിച്ചാൽ, വേദത്തിന് ശേഷം കാവ്യരൂപത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ കൃതി എന്നത് ഈ രാമായണം എന്ന് പറയുമെങ്കിലും ഈ രാമായണത്തിന് മുമ്പ് അതിൻ്റെയും മൂലമായിട്ട് പറയുന്ന ഗ്രന്ഥം യോഗവാസിഷ്ടമാണ്. വാത്മീകി രചിച്ചതാണ്. അതിൻ്റെ 32,000 ശ്ലോകങ്ങളാണ്. 24 വാത്മീകി രാമായണമെങ്കിൽ ബൃഹത് യോഗവാസിഷ്ടം. ഈ ബൃഹത് യോഗവാസിഷ്ടം എന്ന് അതിന് പേര് വരാൻ കാരണം പിന്നീട് ലഘുയോഗവാസിഷ്ടം അല്ലെങ്കിൽ ജ്ഞാനവാസിഷ്ടം പുറത്തിറങ്ങിയതോടുകൂടിയാണ് മറ്റേതിന് ബൃഹത് എന്ന് പേര് വന്നത്. അല്ലെങ്കിൽ അത് യോഗവാസിഷ്ടമാണ്. അത് ബൃഹത്തായിരുന്നു. അതെന്താണെന്നാണെങ്കിൽ അത് ഈ ഭരദ്വാജൻ, വാത്മീകിയുടെ ശിഷ്യനായിട്ടുള്ള ഭരദ്വാജൻ വാത്മീകിയെ സമീപിച്ച് ശ്രീരാമൻ ഏത് ജ്ഞാനം കൊണ്ടാണ്
മുക്തനായത് അതങ്ങ് എനിക്ക് പറഞ്ഞു തരണം എന്ന് പറയുന്ന വാത്മീകി ഭരദ്വാജ സംവാദത്തിൽ പിന്നീട് വരുന്ന വസിഷ്ഠ ശ്രീരാമ സംവാദ രൂപത്തിലാണ് വാസിഷ്ഠം അല്ലെങ്കിൽ യോഗവാസിഷ്ഠം പുറത്തു വന്നിട്ടുള്ളത്. അതിനു ശേഷമാണ് ഈ വാത്മീകി രാമായണം ശരിക്കും പറഞ്ഞാൽ. വാത്മീകിയുടെ ആദ്യത്തേത് എന്ന് പറയുന്നത് യോഗവാസിഷ്ഠം എന്നാണ് പണ്ഡിതന്മാർ കരുതിപ്പോരുന്നത്. അപ്പോൾ ഇദ്ദേഹം ഈ ആമരം ഈമരം എന്ന് പറഞ്ഞ് നടന്ന ആളല്ല. പിന്നെ ഓരോരോ കഥകളൊക്കെ പറയും. അതിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ താത്പര്യത്തെ നമ്മൾ കുഴിച്ചു മൂടലാവും. ഈ വി ജാനകി എന്നൊക്കെ പറഞ്ഞതുപോലെ വിവരദോഷികൾ ആ വഴിക്ക് പോകും. ഇതെന്താ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങളൊക്കെ തീരുന്നതാണ്. അപ്പം രാമായണത്തിൽ തന്നെ പറയുന്നത് എന്താണെന്ന് അറിയും, പുംനാമങ്ങളായിട്ടുള്ളതെല്ലാം എന്തൊക്കെയുണ്ടോ ഈ വിശ്വത്തിൽ, അത് വ്യക്തിയുടെ പേരുകൾ മാത്രമല്ല, പുല്ലിംഗത്തിൽ പറയപ്പെട്ട നാമങ്ങളെല്ലാം രാമൻ്റേതാകുന്നു. സ്ത്രീവാചകത്തിൽ പറയപ്പെട്ട എല്ലാ നാമങ്ങളും ജാനകിയുടേതാകുന്നു. അപ്പം നിങ്ങൾ ജാനകി എന്നുള്ള പേര് മാറ്റി ജമീല എന്നിട്ടാലും അത് ജാനകി സീതയുടെ പേരാണ്. അപ്പം നമ്മൾ സിനിമ തുടങ്ങുമ്പം തന്നെ അങ്ങനെ ഈ രാമായണത്തിൽ ഈ ഒരു ശ്ലോകം കാണിച്ചു കഴിഞ്ഞാൽ തന്നെ സെൻസർ ബോർഡ് വെട്ടിലായില്ലേ വാസ്തവത്തിൽ. ഈ വിവരദോഷികളുടെ വിവരക്കേടിന് ഇതിലും വലിയ മറുപടി വേറെ ഉണ്ടോ? അല്ലെങ്കിൽ രാമായണം തന്നെ അതിലൊരാൾ രാമായണത്തിൽ ഈ ഒരു ശ്ലോകം മാത്രം എടുത്ത് മറ്റൊരാളോട് പറഞ്ഞാൽ പോരെ. ആ സിനിമയിലെ സകല പുരുഷന്മാരുടെ പേരുകളും രാമൻ്റെ പേരും സകല സ്ത്രീകളുടെ പേരും ജാനകിയുടെ സീതയുടെ പേരുമാകുന്നു. രാമായണത്തിലാണ് പറയുന്നത്. കോടതിയിൽ ചോദിച്ചാൽ പോരെ, ഞങ്ങൾ ഏത് പേരിട്ടാലും അത് ജാനകിയുടെ പേരാണെന്ന് ഈ ധർമ്മശാസ്ത്രം പറയുന്നല്ലോ. അപ്പോൾ പിന്നെ പേരിൽ എന്തിരിക്കുന്നു എന്ന് ടോൾസ്റ്റോയ് ചോദിച്ചതുപോലെയാവും. അപ്പോൾ ഈ വാസ്തവത്തിൽ ഈ രാമായണത്തിൻ്റെ അല്ലെങ്കിൽ മഹാഭാരതത്തിൻ്റെ ഒന്നും ശരിയായ സ്പിരിറ്റ് ഉൾക്കൊള്ളാത്ത വിവരദോഷികളാണ് ഈ സമൂഹത്തിൽ ഇതിൻ്റെ പേരിൽ കലാപം ഉണ്ടാക്കുന്നതിന് ഓരോരോ കാരണങ്ങൾ കണ്ടെത്തുന്നത്. ഇതിനെവിടെയാ ആരെ അവമാനിക്കുന്നത്, എന്താണ്? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ രാമായണം തന്നെ പറയാൻ പറ്റില്ലല്ലോ. അതിൽ തന്നെ ഉണ്ടല്ലോ കുറേ കാര്യങ്ങൾ. ഏത് കൃതിയാണ് പറയുക? അപ്പോൾ രാമായണം എടുത്താലും ഭാഗവതം എടുത്താലും മഹാഭാരതം എടുത്താലും ഏത് കൃതി എടുത്താലും അതിലൊക്കെ അത്തരം അശ്ലീലങ്ങൾ എന്ന് തോന്നുന്ന, അസംബന്ധങ്ങൾ എന്ന് തോന്നുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് അശ്ലീലമാണോ അസംബന്ധമാണോ എന്നുള്ളതിന് ചിന്ത ചെയ്യാനുള്ള ഒരു പ്രാപ്തി വേണം, ശേഷി വേണം. അപ്പോൾ പറഞ്ഞു വന്നത് ഈ വാത്മീകി രാമായണം എന്നത് ഇങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്ന, പിന്നീട് ഒരു ആനന്ദൻ ഈ ബൃഹത് യോഗവാസിഷ്ഠത്തിന് അതിനെ സംഗ്രഹിക്കുന്നതാണ് ലഘു യോഗവാസിഷ്ഠം, ജ്ഞാനവാസിഷ്ഠമായി മാറും. കാശ്മീരി ദേശക്കാരനായിട്ടുള്ള ഒരാൾ. അത് പിന്നീട് വലിയ പ്രചാരത്തിൽ വന്നു. മറ്റത് വലുതായതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ നോക്കൂ, നമ്മുടെ രാമായണം, ഈ എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ട് രൂപത്തിലുള്ള രാമായണം നിങ്ങളുടെ കയ്യിൽ തന്നെ പുതുതായിട്ട് വാങ്ങിയതാണ് എങ്കിൽ ഉത്തരകാണ്ഡ് അതിൽ കാണൂല. കാരണം എന്താ? ഉത്തരകാണ്ഡ് ആരും വായിക്കുന്നില്ല എന്നാണ്. ഉത്തരകാണ്ഡത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളുള്ളത്. ഉത്തരകാണ്ഡമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന ശ്രീരാമഗീത. ഉത്തരകാണ്ഡത്തിലാണ് അതിൻ്റെ ഏറ്റവും ജ്ഞാനപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. രാവണൻ എന്തുകൊണ്ടാണ് സീതയെ അപഹരിക്കാനുണ്ടായ കാരണം? സനത്കുമാര ഋഷിയും രാവണനും തമ്മിലുള്ള ഒരു സംവാദമുണ്ട്, വളരെ മനോഹരമായിട്ടുള്ളത്. രാവണൻ ചോദിക്കുന്നുണ്ട് സനത്കുമാരനോട്, ആരാണ് ഈ ലോകത്തിൽ അജയ്യനായിട്ടുള്ള ആൾ? എല്ലാവരും ആരെയാണ് പൂജിക്കുന്നത് എന്നൊക്കെ. അപ്പോൾ മൂപ്പർക്ക് അടി കൂടാൻ പറ്റിയ ഒരാൾ വേണം. അങ്ങനെ സനത്കുമാരൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഭഗവാൻ രാമൻ എന്നുള്ളതല്ല പറയുന്നത്,
ആ ആ ഈശ്വരൻ രാജാവായിട്ട് അവതരിക്കുന്നു പറയുന്നുണ്ട്. പക്ഷെ അതേ സമയത്ത് അത് ആരാണെന്ന് പറയുന്നുണ്ട് സനത് കുമാർ. അതാണ് ഏറ്റവും വലിയ രസം. അപ്പം രാമനെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നത് എന്താണ്? ആർക്കാണ് രാമനെ കാണാൻ സാധിക്കുന്നത്, ആർക്ക് കാണാൻ സാധിക്കില്ല? രാമൻ എന്ന് പറഞ്ഞാൽ നദിയാണ് രാമൻ, പർവ്വതങ്ങളാണ്, വൃക്ഷങ്ങളാണ്, സകലവുമായിരിക്കുന്ന രാമനെക്കുറിച്ചാണ് സനത് കുമാരൻ രാവണനോട് പറയുന്നത്. അതുകൊണ്ടാണ് രാമശബ്ദത്തിന് സർവേഷു ഭൂതേഷു രമന്തേ ഇതി രാമ എന്ന് പറയുന്നത്. സർവഭൂതങ്ങളെയും അതത് ഭൂതങ്ങളാക്കി നിലനിർത്തുന്ന ഘടകമേതോ അതാണ് രാമൻ എന്ന് പറയുന്നത്. അത് അമ്പും വില്ലും എടുത്ത് നടക്കുന്ന, നമ്മൾ ഈ റോഡ് സൈഡിലൊക്കെ വെച്ചിരിക്കുന്ന ജയ് ശ്രീരാം എന്ന് പറഞ്ഞ ആ വിദ്വാനല്ല. ആര്? വാത്മീകി അവതരിപ്പിച്ച രാമനും ഈ പറഞ്ഞ സനത് കുമാരൻ രാവണനോട് പറയുന്ന രാമനും. അങ്ങനെ സനത് കുമാരനിൽ നിന്ന് കേട്ട് മൂപ്പർക്ക് ബോധ്യപ്പെട്ടു. പിന്നെ എന്തുകൊണ്ട് രാവണൻ ഇങ്ങനെ ചെയ്തു, രാമനോട് യുദ്ധം കൂടി എന്നുള്ളതാണെങ്കിൽ അതും സനത് കുമാരനാണ്, സനത് കുമാരനിൽ നിന്ന് കേൾക്കുകയാണ്. അപ്പം രാവണൻ ചോദിക്കും, ഈ മരണവും മരണാനന്തര ഈ വരവും അതുപോലെ ശാശ്വതമായ ഗതി ഇതെങ്ങനെയാണ് കൈവരിക്കാൻ സാധിക്കുന്നത്? അപ്പം അതിൽ പറഞ്ഞത് ഇതെല്ലാം അതിഗംഭീരമായ തത്വചിന്തയും കൂടെയാണ്. ശാശ്വതമായ ഗതി കൈവരിക്കുന്നതിന് ഈ രാമനോട് യുദ്ധം ചെയ്യല, എന്നിട്ട് രാമൻ്റെ അല്ലെങ്കിൽ ആ ഭഗവാന്റെ കൈകൊണ്ട് മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെന്താ, തിരിച്ചുവരവില്ലാത്ത ഗതിയായിരിക്കുന്ന ശാശ്വത ഗതിയാണ്. അങ്ങനെയാണ് ഈ രാവണൻ എന്നാൽ പിന്നെ എനിക്ക് അത് മതി എന്ന് കരുതി അതിനോട് യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, സത്യാന്വേഷണം എന്ന് പറയുന്നത് യുദ്ധമാണ്. അതാണ് പ്രണവോ ധനു, ഉപനിഷത്ത് പറയുന്ന യുദ്ധം അതാണ്. പ്രണവോ ധനു ശരോഹി ആത്മാ, പ്രണവമാകുന്ന ധനുസ്സിൽ, ഓംകാരമാകുന്ന ധനുസ്സിൽ നാം തന്നെയാകുന്ന ശരത്തെ എടുത്തു വെക്കണം. എന്നിട്ടോ ബ്രഹ്മതൽ ലക്ഷ്യമുച്യതേ, ബ്രഹ്മമാകുന്ന ലക്ഷ്യത്തിലേക്ക് നമ്മൾ എയ്യണം. എന്നിട്ടോ ശരവത്തന്മയോ ഭവേതെന്ന, ആ ശരവും ലക്ഷ്യവും ഒന്നായി തീരണം. ഒരു യുദ്ധം തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ യുദ്ധം ചെയ്യുന്നത് ആരിലേക്ക് എത്താനുള്ള യുദ്ധമാണ്, ആര് ജയിക്കാനുള്ള യുദ്ധമാണ്, എൻ്റെ സ്വരൂപത്തെ അറിയാനുള്ള യുദ്ധമാണ്. മെഡിറ്റേഷൻ ഒരു യുദ്ധമാണ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഈ സത്യത്തെ പ്രാപിക്കൽ. പിന്നെ അതിനെ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരവില്ല. ഗീതയിൽ ഭഗവാൻ പറയും, യത് ഗത്വ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ. അപ്പം രാമരാവണ യുദ്ധം എന്ന് പറയുന്നത് അത്തരത്തിലുള്ളതാണ്. ഇത് നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരു വേറൊരു ഗുണ്ടയെ പോലത്തെ ഒരാൾ അങ്ങനെ കരുതാവൂ. കാരണം ഇവർ തമ്മിൽ അടികൂടി എന്നുള്ളത്. അപ്പം ഈ ഇത് നിറയെ ഈ ശരിക്കും പറഞ്ഞാൽ അധ്യാത്മരാമായണം വ്യാസർ അവതരിപ്പിക്കുന്നത് എന്തിന് എന്ന ചോദ്യത്തിന് വ്യാസൻ പറയുന്നത് വാത്മീകി രാമായണം മനസ്സിലാകാതെ പോയിട്ടുള്ള ഒരുപാട് ജ്ഞാനേച്ഛുക്കളായിട്ടുള്ളവരുണ്ട്. അവർക്ക് ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിനും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പം അധ്യാത്മരാമായണം വ്യാസരുടെ വാത്മീകിയുടെ രാമായണത്തിന് ശേഷം രൂപപ്പെട്ടിട്ടുള്ളതാണ്. അത് അതിൽ തന്നെ അതിൻ്റെ സൂചനകളൊക്കെ വരുന്നുണ്ട്. അപ്പം ഈ വാസിഷ്ഠം എന്ന് പറയുന്ന ബൃഹത് വാസിഷ്ഠം, യോഗവാസിഷ്ഠം, അത് ഇതിൻ്റെ മൂലമാണ്. അതിനെയാണ് പ്രകരണ ഗ്രന്ഥം എന്ന നിലയിൽ ആദ്യകാലത്ത് പരിഗണിച്ചു പോന്നിട്ടുള്ളത്. പിന്നീടാണ് അതിൻ്റെ ഈ ചെറിയ ലഘുയോഗവാസിഷ്ടം എങ്ങനെയാണോ നമ്മളിപ്പോൾ ഇപ്പോൾ വായിക്കുന്ന നമ്മുടെ എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ട് എന്ന് പറയുന്നത്, വ്യാസരുടെ അധ്യാത്മരാമായണത്തെ എഴുത്തച്ഛൻ മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തു പൂർണ്ണമായിട്ട്. അതായത് വ്യാസരുടെ രാമായണം 6000 ചില്ലാനും ശ്ലോകങ്ങളാണ്. 24,000 ശ്ലോകങ്ങളാണ് വാത്മീകിയുടെ രാമായണമെങ്കിൽ വ്യാസരുടെ അധ്യാത്മരാമായണം 6000 ചില്ലാനും ശ്ലോകങ്ങളാണ് അനുഷ്ടുപ്പ് വൃത്തത്തിൽ. അതേസമയം ഈ യോഗവാസിഷ്ടം, ബൃഹത് യോഗവാസിഷ്ടം എന്ന് പറയുന്നത് 32,000 ശ്ലോകങ്ങളെ കൊണ്ടാണ്. അപ്പം ഇന്നിപ്പോൾ
വ്യാസരുടെ അധ്യാത്മ രാമായണത്തെക്കാൾ പ്രചാരം നമ്മുടെ നാട്ടിലുള്ളത് ആരുടെ രാമായണത്തിനാണ്? എഴുത്തച്ഛൻ്റെ മലയാളത്തിലുള്ള രാമായണമാണ്. ഇതുപോലെ കാശ്മീരി ദേശക്കാരനായിട്ടുള്ള ആനന്ദൻ്റെ ജ്ഞാനവാസിഷ്ടം അല്ലെങ്കിൽ ലഘുയോഗ വാസിഷ്ടം പ്രചാരത്തിൽ വന്നു. അതിൻ്റെ കാരണം ഇതാണ്. ഈ നമ്മൾ ശ്രീമദ് ഭാഗവതത്തെ സംഗ്രഹിച്ച് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് നാരായണീയം രചിച്ചതുപോലെ, നാരായണീയം എന്ന് പറഞ്ഞാൽ ഭാഗവതത്തിലുള്ളത് മേൽപ്പത്തൂർ 1000 ചില്ലാനും ശ്ലോകങ്ങളെ കൊണ്ട് 100 ദശകങ്ങളായിട്ട് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള 500 ചില്ലാനും വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു കൃതിയാണ്. പക്ഷെ അതിനു മുമ്പുള്ളതാണ് ഇത് ശ്രീമദ് ഭാഗവതം. 18,000 ശ്ലോകങ്ങളാണ്. എന്നാൽ ശ്രീമദ് ഭാഗവതം എന്താണ്? 1.25 ലക്ഷം ശ്ലോകങ്ങളുള്ള മഹാഭാരതത്തിൻ്റെ ഒരു സംഗ്രഹമാണ്. ഭാഗവതവും മഹാഭാരതവും രണ്ടും വ്യാസരുടെ കൃതിയാണ്. പക്ഷേ നാരായണീയം മേൽപ്പത്തൂരിൻ്റെതാണ്. അപ്പോൾ നാരായണീയം മേൽപ്പത്തൂർ സ്വന്തം നിലയിൽ എന്തെങ്കിലും ചെയ്തതാണോ എന്ന് ചോദിച്ചാൽ അല്ല. അതിൻ്റെ പ്രചോദനം മുഴുവൻ ഈ പറഞ്ഞ ഭാഗവതത്തിൽ നിന്നും മഹാഭാരതത്തിൽ നിന്നുമാണ്. എങ്ങനെയാണോ എഴുത്തച്ഛന് അധ്യാത്മരാമായണത്തിൽ നിന്ന് ഇതുണ്ടായത് അതുപോലെ. അപ്പം നമ്മൾ വായിക്കുന്ന ഈ എഴുത്തച്ഛൻ്റെ രാമായണം എന്ന് പറയുന്നത് വ്യാസരുടെ അധ്യാത്മരാമായണത്തെയാണ്. സാധാരണ രാമായണ പാരായണത്തിന് വാത്മീകിയുടെ രാമായണം നമ്മളങ്ങനെ പരിഗണിച്ച് കണ്ടിട്ടില്ല. അത് അങ്ങനെ എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ട് രൂപത്തിലാക്കിയതുപോലെ ആരും ആക്കിയതായിട്ട് നമുക്ക് അറിവില്ല. ഇനി ഏതെങ്കിലും ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അപ്പം ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇത് ഈ വ്യാസരി അധ്യാത്മരാമായണത്തെ എവിടെയാണ് ഉൾക്കൊള്ളിച്ചത് എന്നാണെങ്കിൽ ബ്രഹ്മാണ്ഡ പുരാണത്തിലാണ്. അപ്പോൾ ബ്രഹ്മാണ്ഡ പുരാണത്തിലാണ് വ്യാസരുടെ രാമായണം നമ്മൾ കാണുക. ഈ രാമായണം വ്യാസർ മഹാഭാരതത്തിലുമുണ്ട്, ശ്രീമദ് ഭാഗവതത്തിലുമുണ്ട്. ഇതൊക്കെ പറയുന്നുണ്ട്, ഈ രാമായണം പറയുന്നുണ്ട്. അപ്പം ഏതായാലും ഈ ബ്രഹ്മാണ്ഡ പുരാണത്തിൽ പറയുന്ന വ്യാസരുടെ അധ്യാത്മരാമായണത്തിൽ വരുന്ന ഉത്തരകാണ്ഡത്തിൽ, സംസ്കൃതത്തിലാണ് ഇത് വരുന്നത്, വ്യാസരുടേതല്ലേ, ഉത്തരകാണ്ഡത്തിൽ വരുന്ന 5-ാമത്തെ സർഗമാണ് ശ്രീരാമഗീത എന്ന് പറയുന്നത്. അപ്പം ഈ നേരത്തെ പറഞ്ഞ വ്യാസര് രാമായണം പറയുന്നത് എങ്ങനെയാണ്, വാത്മീകി രാമായണം പറയുന്നത് എങ്ങനെയാണ്, ഇതെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുപോലെ നമ്മളിവിടെ അവതരിപ്പിക്കുന്നത് ശ്രീരാമഗീതയാണ്. അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരുപാട് ചോദ്യങ്ങൾ, ഇതിൽ ചോദ്യകർത്താവായിരിക്കുന്നത് പാർവതിയാണ്. പാർവതി പരമശിവ സംവാദമാണ്. കൈലാസത്തിലാണ് ഈ അധ്യാത്മരാമായണത്തിൻ്റെ, വ്യാസരുടെ രാമായണത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. അതുപോലെ ഗോസ്വാമി തുളസീദാസിൻ്റെ രാമചരിതമാനസത്തിൽ ഇതിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഈ പറഞ്ഞ കാര്യത്തെ. അപ്പോൾ ഇതിനെ, ഈ രാമഗീതയെ പല ആചാര്യന്മാർ, ശങ്കരാചാര്യർ ആത്മബോധം പോലുള്ള കൃതികളിൽ ഇതിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിന് ശ്രുതിസാരം എന്നാണ് ഈ ശ്രീരാമഗീതയ്ക്ക് പറയുന്നത്. അതുകൊണ്ട് എല്ലാ വേദാന്തത്തിലെ രഹസ്യങ്ങളെല്ലാം തന്നെ ഇതിൽ ഉൾച്ചേർത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ രാമായണ മാസം, രാമായണ കാലത്ത് രാമചിന്തയുടെ ലക്ഷ്മണനും ശ്രീരാമനും തമ്മിലുള്ള ഒരു സംവാദമാണ്. അതിൻ്റെ പിറകിൽ പരമശിവനും ശ്രീപാർവതിയും തമ്മിലുള്ള സംവാദമാണ്. അതുപോലെ ഒരു സംവാദ രൂപത്തിലാണ് ഇത് ഘടിപ്പിച്ചു വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളെല്ലാം തന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇതൊരു തുടർച്ചയായിട്ട് അങ്ങനെ ഇത് തീരുന്നത് വരെ ഉണ്ടാവും. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി.